ട്രിവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഏത് കഠിന ഹൃദയത്തിനും അലവും ശാന്തിയും നൽകുന്ന കേരളത്തിലെ പ്രശസ്തമായ പള്ളിയാണ് നമ്മുടെ താജ്മഹൽ പള്ളി അഥവാ അലി ഹസൻ ഷെയ്ഖന്മാരുടെ പള്ളി. ജാതി മതഭേദമന്യേ നിരവധി പേർ പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നുവെന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 11 കബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിൽ ഓരോ ദിവസവും വിശ്വാസികൾ കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് വടക്കൻ മലബാറിൽ അബ്ദുൽ ഖാദിർ ഉസാനി എന്ന മഹാനായ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. സഞ്ചാരപ്രിയനായ ഷെയ്ഖ് ഒരിക്കൽ പൊന്നാനിയിലേക്ക് പോകുന്ന വഴി ഒരു കർഷകനെ പരിചയപ്പെട്ടു. അങ്ങനെ കർഷകനും പൊന്നാനിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഷെയ്ഖിനൊപ്പം കൂടി. കൃഷി ചെയ്യാൻ മാത്രം അറിയാവുന്ന ഹസൻ യാത്രാമധ്യേ ഷെയ്ഖ് അവറുകൾ നിരവധി അറിവുകളും വിജ്ഞാനങ്ങളും പകർന്നു നൽകി. അങ്ങനെ ഷെയ്ഖും ശിഷ്യനായ കർഷകനും പൊന്നാനി പള്ളിയിൽ എത്തി. ആ കാലത്ത് പൊന്നാനി പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് സൈനുദ്ദീൻ ആയിരുന്നു. സൈനുദ്ദീൻ്റെ കുടുംബക്കാർ മധുരയിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു. നാഗൂർ ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി പൊന്നാനിയിലെത്തി സൈനുദ്ദീൻ തങ്ങളെ സന്ദർശിച്ചിരുന്നു. ഷെയ്ഖും ശിഷ്യനായ കർഷകനും പൊന്നാനിയിൽ എത്തിയപ്പോൾ ജനങ്ങൾ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും സൈനുദ്ദീൻ അതിനുള്ള അവസരം നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ വിറങ്ങലിച്ചു നിന്ന ശിഷ്യനായ കർഷകനെ ചാരെ വിളിച്ചു ഷെയ്ഖ് നെഞ്ചിൽ തടവി. കർഷകനായ ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വിജ്ഞാനം വടിഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ ഒരു മുട്ടുസൂചി പോലും താഴെ വീണാൽ കേൾക്കാത്ത വിധത്തിൽ നിശബ്ദതയോടെ ജനങ്ങൾ പ്രസംഗം കേട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സൈനുദ്ദീൻ തങ്ങൾ പോലും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിവരങ്ങൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി. കൂടാതെ ഗുരുവിനെയും ശിഷ്യനെയും ബഹുമാന പുരസ്കാരം ആദരിച്ച് വിരുന്ന് സൽക്കാരം നടത്തുകയും ചെയ്തു. പിന്നീട് പൊന്നാനി യാത്ര കഴിഞ്ഞ ശേഷം ശിഷ്യനായ ഹസൻ ഷെയ്ഖിൻ്റെ അനുഗ്രഹത്തോടെ ഒരുപാട് അറിവുകളുമായി തെക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ കരുനാഗപ്പള്ളി പുതിയകാവിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. നിരവധി ആളുകൾ ഒട്ടനവധി സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു. ഈ സംഭവം അന്ന് കൃഷ്ണപുരം രാജാവിൻ്റെ ചെവിയിലുമെത്തി. രാജാവ് ഷെയ്ഖിനെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഷെയ്ഖ് രാജസന്നിധിയിലെത്തി. വിവരങ്ങൾ രാജാവ് ചോദിച്ചു. പക്ഷേ അവസാനം രാജാവ് തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത്. തനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അല്പസ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ശരിയെന്ന് കൽപ്പിച്ച് പുതിയകാവിന് തെക്ക് പ്രദേശം കാണിച്ചു കൊടുത്തു. ഷെയ്ഖും കൂട്ടരും തങ്ങൾക്ക് രാജാവ് നൽകിയ കാട്ടുപ്രദേശമായ സ്ഥലത്തെത്തിയപ്പോൾ കരിനാഗങ്ങൾ നിന്നാടുന്ന കാഴ്ചയാണ് കണ്ടത്. അത് തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചത്. ഷെയ്ഖിനെ കണ്ട കരിനാഗം തല താഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. ഷെയ്ഖ് ഒട്ടും മടിച്ചില്ല. മൂടിയുള്ള ഒരു കുട്ട വരുത്തി കരിമൂർഖനോട് കുട്ടയിൽ കയറാൻ ആവശ്യപ്പെട്ടു. അനുസരണയുള്ള ഒരു ശിഷ്യനെ പോലെ ഷെയ്ഖിൻ്റെ വാക്കുകൾ പാലിച്ച് കുട്ടയിൽ കയറി. കരിനാഗം ചുരുണ്ടുകൂടിക്കിടന്നു. കുട്ടയടച്ച് ഇതിനെ രാജാവിന് സമ്മാനമായി നൽകുവാൻ ഷെയ്ഖ് പറഞ്ഞു. സമ്മാനം കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. സമ്മാനത്തിൻ്റെ മൂടി തുറന്നതും പത്തിവിടർന്നാടുന്ന കരിനാഗത്തെ കണ്ട് അലറി വിളിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും നാലുപാടും ഓട്ടം തുടങ്ങി. സമ്മാനവുമായി എത്തിയ ഗുരുവിൻ്റെ ശിഷ്യനെ വിളിച്ച് ക്ഷമ പറയുക മാത്രമല്ല എന്താവശ്യവും നിറവേറ്റിക്കൊടുക്കാമെന്ന്
യാചിക്കുകയും ചെയ്തു. ഒടുവിൽ ഷെയ്ഖിനെ വരുത്തി കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. അപ്പോൾ ഷെയ്ഖ് കേറട കുട്ടയിൽ എന്ന് കൽപ്പിച്ചു. മുമ്പത്തെ പോലെ അനുസരണയുള്ള ശിഷ്യനെ പോലെ കരുനാഗം കുട്ടയിൽ കയറി. തുടർന്ന് കരുനാഗത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് തുറന്നുവിട്ടു. പക്ഷേ പിന്നീട് ആരും ഈ കരുനാഗത്തെ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ലത്രേ. സന്തുഷ്ടനായ രാജാവ് ഒരു പള്ളി കെട്ടുവാൻ സിദ്ധന് അനുമതി നൽകുകയും അങ്ങനെ ആ വഴിയരികിൽ ചെറിയൊരു മുസ്ലിം പള്ളി പണിയുകയും ചെയ്തു. കരുനാഗത്തിൻ്റെ ശല്യമുണ്ടായിരുന്ന സ്ഥലത്തെ പള്ളിക്ക് കരുനാഗപ്പള്ളി എന്ന പേര് ലഭിച്ചു. ഷെയ്ഖും ശിഷ്യന്മാരുമായി അങ്ങനെ 11 പേരുടെ ഖബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും മനഃശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുതിയകാവിന് തെക്ക് വശത്താണ് നമ്മുടെ ഷെയ്ഖ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്.